പോക്സോ കേസ് പ്രതി സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ സ്കൂളിന് വീഴ്ച പറ്റിയെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ റിപ്പോർട്ട്. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഹെഡ്മാസ്റ്റർക്ക് ഒഴിയാൻ കഴിയില്ല. നടപടി കൂടി ശുപാർശ ചെയ്യാൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിലെ പ്രവേശനോത്സവത്തിലാണ് പോക്സോ കേസ് പ്രതി മുകേഷ് നായരെ പങ്കെടുപ്പിച്ചത്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരി, ഇന്നലെയാണ് ഈ സംഭവം പുറത്തുവരുന്നത്. ഉടനടി മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണവും നമ്മൾ തത്സമയം തേടിയതാണ്. അദ്ദേഹവും ഉറപ്പ് പറഞ്ഞു ഇത് കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന്. ഏതൊക്കെ രീതിയിലുള്ള നടപടിക്കാണ് ശുപാർശ? ഈ സ്കൂൾ അധികൃതർ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ അറിയാതെ ക്ഷണിക്കാതെ വന്ന അതിഥി എന്ന് തന്നെയാണോ? എന്ത് നടപടി എന്നുള്ള കാര്യത്തിൽ ഇനി തീരുമാനം വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം മന്ത്രി ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതായത് ഇന്നലെ ഈ സംഭവം വാർത്തയായതിനു പിന്നാലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്, അന്വേഷണ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന്. ആ സമയത്ത് സ്കൂളിൻ്റെ വിശദീകരണം, പ്രഥമാധ്യാപകൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മുകേഷ് എം നായർ ഈ പരിപാടിക്ക് വരുന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു സ്പോൺസർ ഉണ്ടായിരുന്നു. ആ സ്പോൺസറാണ് മുകേഷ് എം നായരെ സ്കൂളിലേക്ക് ക്ഷണിച്ചത്. പ്രവേശനോത്സവ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുകേഷ് എം നായർ ആ പരിപാടിയിലേക്ക് വരുന്നത് എന്നുള്ള തരത്തിലായിരുന്നു ഇന്നലെ പ്രഥമാധ്യാപകന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഉണ്ടായിരുന്നത്. ഈ വിശദീകരണം ഈ അന്വേഷണം നടത്തിയ ആൾക്ക് കൈമാറുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉപജില്ലാ ഡയറക്ടർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഉപജില്ലാ ഡയറക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു അധ്യാപകർക്ക് ഈ വിഷയത്തിൽ കുറച്ച് വിവേചന ബുദ്ധി വേണമായിരുന്നു. കാരണം പോക്സോ കേസ് പ്രതി, അതിൽ അന്വേഷണം നേരിടുന്ന ഒരാൾ, അദ്ദേഹത്തെ ഈ പ്രവേശനോത്സവ ചടങ്ങിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് കുട്ടികളുമായി സംസാരിക്കാനും അവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനുമുള്ള ആ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ഒരു തെറ്റായ സന്ദേശമാണ്. അത് സ്കൂളിലെ അധ്യാപകർ തിരിച്ചറിയണമായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാതെയാണ് ഈ ഒരു ചടങ്ങിൽ അദ്ദേഹത്തെ മുകേഷ് എം നായരെ പങ്കെടുപ്പിച്ചത് എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കിട്ടിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി നടപടി ഏത് വിധത്തിൽ വേണമെന്ന റിപ്പോർട്ടിൽ പരാമർശിച്ചില്ല. ഏത് രീതിയിലുള്ള നടപടി വേണമെന്ന് DD യോട് ചോദിച്ചിട്ടുണ്ട്. DD യുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി ഉണ്ടാവുക.